ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ഇലയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാസന്ദീപ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സബ്ജക്റ്റുകളുടെയും ഓൺലൈൻ ക്ലാസുകൾ കൊമേഴ്സ് ഇലേൺ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG ക്ലാസുകളോടൊപ്പം HDC, JDC കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ് us സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. സ്റ്റേ ട്യൂൺ. ഇന്ന് നമ്മൾ കോർപ്പറേഷൻ, അതായത് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിലെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ക്രെഡിറ്റിൻ്റെ ബേസിലും നോൺ ക്രെഡിറ്റിൻ്റെ ബേസിലുമാണ് നമ്മൾ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു പിക്ചർ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇവിടെ നോക്കുക, രണ്ടായിട്ട് നമ്മൾ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന്. നമ്മൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും. ഓക്കെ, ദെൻ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സൊസൈറ്റീസ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ഓർ മീഡിയം ടേം അഗ്രികൾച്ചർ ലോൺസ് എന്നും സൊസൈറ്റീസ് പ്രൊവൈഡിങ് ലോങ് ടേം അഗ്രികൾച്ചർ ലോൺസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ദെൻ ഈ സൊസൈറ്റീസ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അഗ്രികൾച്ചർ ലോൺസ് മൂന്ന് തരത്തിലുണ്ട്. അതായത് KSCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ അതിന് തൊട്ട് താഴെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ അതിന് തൊട്ട് താഴെ PACS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ബാങ്ക്, അത് KSCB എന്ന് പറയണമെങ്കിൽ അപ്പെക്സ് ലെവലുള്ളതാണ്. ദെൻ DCB എന്ന് പറയണമെങ്കിൽ സെൻട്രൽ ലെവലുള്ളതാണ്. ദെൻ PACS എന്ന് പറയണമെങ്കിൽ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ബേസ് ലെവലുള്ളതാണ്. ഇനി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സൊസൈറ്റീസ് പ്രൊവൈഡിങ് ലോങ് ടേം അഗ്രികൾച്ചർ ലോൺസ്. ഇത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ്, അതായത് നമ്മുടെ ക്രെഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. പക്ഷേ അത് അഗ്രികൾച്ചർ പർപ്പസിനല്ല, അതർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകുന്നത്. അപ്പം അങ്ങനെയുള്ള സൊസൈറ്റീസിന് നമുക്ക് UCB അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നും ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ PACS, പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ അതിലെ പേരിൽ തന്നെ ഉണ്ട്, അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലേ, അതായത് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ചത്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ നോൺ ക്രെഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്. ദെൻ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണെന്ന് നോക്കാം. Under the term agriculture cooperation, we include all those activities which are organized on cooperative lines for helping the farmers in the professional capacity as a producer. അതായത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ബേസിൽ ഫാമേഴ്സിനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറലിസ്റ്റിനെ എന്ത് ചെയ്യാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള
എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് എന്ത് പറയാം, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൻ്റെ അണ്ടറിൽ പറയാം. ഓക്കെ, അതായത് നമ്മളെ ഫാമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ആര് നൽകും, നമ്മുടെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നൽകും. ഓക്കെ, this form of cooperation is of immense importance to underdeveloped countries where agriculture is the main occupation of the people. അതായത് നമ്മൾ സാധാരണയായിട്ട് അഗ്രികൾച്ചറിസ്റ്റിനെ കൂടുതൽ കാണാൻ സാധിക്കുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് അല്ലേ. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ മെയിനായിട്ടും അവരുടെ ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫാമിംഗ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഈ അഗ്രികൾച്ചറൽ കോപ്പറേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. In these countries, agriculture suffers from a number of weaknesses, like majority of the farmers are poor and holding very small unit of land. നമ്മൾ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ മെജോറിറ്റി ആളുകളും അഗ്രികൾച്ചറിസ്റ്റ് ആണ്. പക്ഷേ അവർ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്തിരുന്നു, ഫേസ് ചെയ്തിരുന്നു. ഓക്കെ, അതായത് അവർക്ക് എന്താ, ഒന്നാമത് അവർ പുവർ ഫാമേഴ്സ് ആയിരുന്നു. അതായത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ വളരെ കുറവുള്ള ആളുകളായിരുന്നു നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് അഗ്രികൾച്ചർ പർപ്പസിനുള്ള ലാൻഡ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ചെറിയ ഏരിയ, അതായത് സ്മോൾ ഏരിയ ഓഫ് ലാൻഡ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദെൻ അതേപോലെ തന്നെ പെരിഷബിൾ നാച്ചർ ഓഫ് മെനി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആൻഡ് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ആൻഡ് suitable storage and processing facilities owing to which the farmer is forced to sell his produce immediately. പിന്നെ അതേപോലെ അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് പെരിഷബിൾ നാച്ചർ ഓഫ് മെനി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അതായത് നമുക്കറിയാം ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഇപ്പം ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ പറയാം. അതെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പെരിഷബിൾ നാച്ചറാണ് അല്ലേ. അതായത് പെട്ടെന്ന് കേടാവുന്ന സാധനങ്ങളാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതെന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കണം, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഈ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ പ്രോസസ്സ് ചെയ്യാന്ന് പറയുമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് എന്ത് ചെയ്യാറുണ്ട്, മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ആർക്കില്ലായിരുന്നു, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ഫാമേഴ്സിന് ഇല്ലായിരുന്നു. അതേപോലെ ഓൾസോ ഡിഫിക്കൽട്ട് ഇൻ ഫിനാൻസ്, അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആയിരുന്നു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല എന്നതും. അപ്പം ഇങ്ങനെയുള്ള അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കോപ്പറേറ്റീവ് ലെവലിൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, The different types of agriculture business cooperatives are production, processing and marketing cooperatives. അതായത് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ്റെ ബേസിൽ രൂപീകരിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ബിസിനസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അതേപോലെ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ദെൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അതായത് സൊസൈറ്റീസ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അഗ്രികൾച്ചർ ലോൺസ് എന്നും സൊസൈറ്റീസ് പ്രൊവൈഡിങ് ലോങ് ടേം അഗ്രികൾച്ചർ ലോൺസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ദെൻ നമ്മൾ വീണ്ടും പറഞ്ഞു ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം അഗ്രികൾച്ചർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റി നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ PSCS പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് PSCSനെ കുറിച്ചാണ്. ഓക്കെ, പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താണ് PSCS എന്ന് നോക്കാം. PSCS ആർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആൻഡ് ഫോം ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് PSCS എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ലെവലിലുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് PSCS എന്ന് പറയുന്നത്. Most of these societies have been organized mainly to provide credit facilities and to inculcate the habit of thrift and economy among their members.
ഇനി നമ്മൾ PACS നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫാമേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, അതായത് അവർക്കിടയിൽ ഒരു ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ സേവിങ് മെൻറ്റാലിറ്റി എന്ത് ചെയ്യുക, അവർക്കിടയിൽ വളർത്തിയെടുക്കുക. അപ്പോൾ അതായിരുന്നു PACSൻ്റെ മെയിൻ ആയുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. The most important source of finance of PACS is members deposit. PACSൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയണമെങ്കിൽ മെമ്പേഴ്സ് നൽകിയിരുന്ന ഡെപ്പോസിറ്റുകളായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് ബോറോവിങ്സിലൂടെയായിരുന്നു. അതായത് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും നോൺ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും എന്ത് ചെയ്യും, ബോറോവിങ്സ് അല്ലെങ്കിൽ ലോൺസ് ഒക്കെ ആയിട്ട് വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ബോറോവിങ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദയർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് PACSൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് PACS: to borrow fund from members as well as other to be utilized for giving loans to the members for productive purposes. അതായത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും നോൺ മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും എന്ത് ചെയ്യും, ഫണ്ട് ബോറോ ചെയ്യും. ഓക്കെ, ഫണ്ട് വാങ്ങിക്കും, എന്നിട്ട് അത് ലോൺസ് ആയിട്ട് ആവശ്യമുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യും, നൽകും. ഓക്കെ, അത് മെമ്പേഴ്സ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു PACS അവരുടെ മെമ്പേഴ്സിന് ലോൺസ് നൽകിയിരുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു ആക്ട് ആസ് ദ ഏജൻറ്റ് ഫോർ ദി ജോയിൻറ്റ് സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ഫോർ ദി ജോയിൻറ്റ് സെയിൽ ഓഫ് ദി പ്രൊഡ്യൂസ്. ഓക്കെ, അതായത് മെമ്പേഴ്സിന് PACSലെ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചറായിട്ടും അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറായിട്ടുമുള്ള ഒരുപാട് ഇൻപുട്സുകൾ ആവശ്യമായിരിക്കും. അപ്പോൾ ആ ഇൻപുട്സുകൾ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസൊക്കെ ആര് സപ്ലൈ ചെയ്യും, PACS അവരുടെ മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യും. എന്നിട്ട് മെമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, നമ്മുടെ PACS വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ PACS എന്ത് ചെയ്യും, മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ മെമ്പേഴ്സ് നൽകും. ദെൻസ് ആ മെമ്പേഴ്സ് ആ ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ PACS വഴി അതെന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യും. ഓക്കെ, then അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത് ടു പർച്ചേസ് ആൻഡ് ഓൺ ഇംപ്ലിമെൻറ്റ്സ് മെഷീനറി ഓർ കാറ്റിൽ ഫോർ ഹയർ ടു ദി മെമ്പേഴ്സ്. അതായത് പിന്നീട് എന്ത് ചെയ്യും, മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇംപ്ലിമെൻറ്റ്സ്, അതായത് മെഷീനറീസ്, ടൂൾസ്, കാറ്റിൽസ്, അല്ലേ, ഫാമേഴ്സിന് ഒരുപാട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇംപ്ലിമെൻറ്റ്സും മെഷീനറീസും കാറ്റിൽസും ഒക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ പുവറായിട്ടുള്ള ആളുകളാണ്, അവർക്ക് സ്വന്തമായിട്ട് ഇത് വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് പകരം ആരിത് വാങ്ങിക്കും, നമ്മുടെ PACS ഇത് വാങ്ങിച്ചിട്ട് മെമ്പേഴ്സിന് ഹയർ ബേസിസിൽ അല്ലെങ്കിൽ റെൻറ്റ് ബേസിസിലൊക്കെ ആയിരിക്കും മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, നൽകുന്നത്. ഓക്കെ, ഞാൻ അടുത്ത മറ്റു disseminate knowledge of the latest improvements in agricultural handicraft etc. പിന്നെ മറ്റൊന്ന് പറയുന്നത് മെമ്പേഴ്സിന് എന്ത് ചെയ്യാണ്, അവരുടെ അതായത് നമ്മുടെ ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റൊക്കെ ആയി ബന്ധപ്പെട്ട പുതിയ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫാഷനിൽ മാറ്റം വരാം, പുതിയ ട്രെൻഡുകൾ വരാം, മാർക്കറ്റിലെ ഡിമാൻഡുകൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെമ്പേഴ്സിന് ഇൻഫോർമേഷൻ ആര് നൽകിയിരുന്നു, നമ്മുടെ PACS നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റീവായി പറയുന്നത് ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ദി മെമ്പേഴ്സ്. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെയും ഒബ്ജക്റ്റ് പോലെ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ത്രിഫ്റ്റ് എൻകറേജ് ചെയ്യുക, അതായത് മെമ്പേഴ്സിൻ്റെ സേവിങ് ഹാബിറ്റ് വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ, മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, ഒരു സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവം മെമ്പേഴ്സിൻ്റെ ഇടയിൽ വളർത്തിയെടുക്കുക. അപ്പോൾ ഇത്രയുമാണ് PACSൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് PACSൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയണമെങ്കിൽ ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആണ്. മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് വാങ്ങിക്കും, ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് അടുത്ത പറയുന്നത് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു PACS ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അഗ്രികൾച്ചറൽ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം സൊസൈറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ് PACS. അതുകൊണ്ട് തന്നെ PACSൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, ഷോർട്ട് ടേം ക്രെഡിറ്റും മീഡിയം ടേം ക്രെഡിറ്റും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം ടു സപ്ലൈ അഗ്രികൾച്ചറൽ ആൻഡ് അതർ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ്, അതായത് മെമ്പേഴ്സിന് ആവശ്യമായുള്ള പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമായ റിക്വയർമെൻറ്റ്സ്, അവർക്ക് ആവശ്യമായ ഇൻപുട്സ്, മെഷീനറീസ്, ഇംപ്ലിമെൻറ്റ്സ്, കാറ്റിൽസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുക, PACS മെമ്പേഴ്സിന് നൽകും. എന്നാൽ അടുത്ത പറയുന്നത് ടു മാർക്കറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അതായത് നമുക്കറിയാം ഫാമേഴ്സിൻ്റെ പ്രൊഡക്റ്റ്
അവർക്ക് ഫാമേഴ്സിന് പ്രോപ്പർലി അത് മാർക്കറ്റ് ചെയ്യാനുള്ള അറിവൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവരെ മാർക്കറ്റ് ചെയ്യാൻ ആര് സഹായിക്കും? PSCS സഹായിക്കും. PSCS എന്ത് ചെയ്യും? അവരുടെ പ്രൊഡക്റ്റ് PSCS വഴി ആളുകളിലേക്ക് എത്തിച്ചു നൽകും. Then to help plan the agricultural production for the village. അതായത് വില്ലേജ് ലെവലിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള സഹായങ്ങൾ ആര് നൽകും? നമ്മുടെ PSCS നൽകും. കാരണം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവിൽ പറഞ്ഞതാണ്, അവർക്ക് പുതിയ ട്രെൻഡ്സിനെ കുറിച്ചും മാർക്കറ്റിൽ ഉണ്ടാകുന്ന പുതിയ ചേഞ്ചസിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഇൻഫോർമേഷൻ PSCS നൽകുന്നുണ്ട്. അപ്പോൾ അതുവഴി ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രൊഡക്ഷനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് ഫംഗ്ഷനായി പറഞ്ഞത് ടു അണ്ടർടേക്ക് ടു എഡ്യൂക്കേറ്റ് അഡ്വൈസ് ആൻഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ഇസ് മെമ്പേഴ്സ്. പിന്നെ മെമ്പേഴ്സ് നമ്മൾ എന്തിനാ എഡ്യൂക്കേഷൻ അല്ലേ, അതായത് കോപ്പറേറ്റീവ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഡ്വൈസുകൾ നൽകാം. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആര് നൽകുന്നുണ്ട്? PSCS നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് PSCSൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് PSCSുമായിട്ട് ലാസ്റ്റ് പറയാനുള്ളത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതായത് PSCS അവരുടെ വർക്കിങ്ങിന് ആവശ്യമായുള്ള ഫണ്ടുകൾ എങ്ങനെയൊക്കെയാണ് റൈസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. അതോടൊപ്പം ഡെപ്പോസിറ്റ്സ് വാങ്ങിക്കാറുണ്ട്. ദെൻ ബോറോവിങ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും ബോറോവിങ്സ് ഉണ്ട്, നോൺ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും ബോറോവിങ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ റിസർവ് ഫണ്ട്സ്, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന റിസർവ് ഫണ്ട് ഉണ്ട്. ആ റിസർവ് ഫണ്ടും അവരുടെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് PSCSനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ PSCS എന്താണെന്ന് പറഞ്ഞു. അതോടൊപ്പം അതിൻ്റെ PSCSൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ദെൻ സോഴ്സസ് ഓഫ് ഫണ്ട്. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്